ഗായ്സ്, ഞങ്ങളുടെ ഒരു കുഞ്ഞു രാവിലത്തെ റുട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. ഡെയിലി ഇങ്ങനെയൊന്നുമല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്നു, ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. ദോശ കേട്ടോ. ഞാൻ ചമ്മന്തിയോ സാമ്പാറും ഉണ്ടാക്കിയില്ല. അതിന് മുന്നോട് പഞ്ചാര ഇട്ട് തന്നു, കുറച്ച് പഞ്ചാര. പഞ്ചാര കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല, പക്ഷെ അവർക്കതാണ് ഇഷ്ടം. ദോശയാണ് നല്ല ഞങ്ങൾ പൊടി മേടിച്ചതാട്ടോ. അതാണ് ദോശ ഉണ്ടാക്കിയത്, കലക്കി വെച്ചത്, അരച്ചതല്ലേ. എന്തായാലും രാവിലെ തന്നെ അടിപൊളി മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഒരു കുറവുമില്ലാതെ ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. എന്തായാലും അന്തരീക്ഷം നമ്മുടേതായ രീതിക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുഞ്ഞുമക്കൾക്കൊക്കെ എല്ലാം പാടാണ്. അങ്ങനെ മഴയത്ത് കുളിയെല്ലാം കുഞ്ഞിൻ്റെ കഴിഞ്ഞു യൂണിഫോം ഇടുവാണ്. അമ്മ ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞുള്ള എപ്പോഴും ഞാനാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിടയ്ക്ക് ഇങ്ങനെ പറയും, തന്നെയൊക്കെ ഇട്ട് പഠിക്കണം, എപ്പോഴും അമ്മയല്ലല്ലോ, അമ്മ ഇട്ട് തന്നാൽ ശരിയാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു ഷർട്ട്, പിന്നെ പിനഫോറ്, പിന്നെ ബെൽറ്റ്, അങ്ങനെയാണ് കേട്ടോ. എല്ലാ ദിവസവും ബുധനാഴ്ച വേറെ യൂണിഫോം. അങ്ങനെ തന്നെത്താനെ ബെൽറ്റൊക്കെ ഇടാനുള്ള ശ്രമത്തിലാണ്. അമ്മ സഹായിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. ഞാൻ തന്നെ ചെയ്തോളാം, എന്നാലും എൻ്റെ ഒരു കൈ സഹായം അവിടെ വേണം. തനിയെ ആയില്ലല്ലോ, ആയി വരുന്നുള്ളൂ. പക്ഷെ ഞാനങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ. അങ്ങനെ അവരവരുടെ കാര്യങ്ങൾ ഒരു സ്വയം പര്യാപ്തത കുഞ്ഞുങ്ങൾക്ക് വരുത്തണം. അപ്പോൾ തന്നെ യൂണിഫോമൊക്കെ നിനക്ക് ഇടാറായതാന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് ഇട്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ തന്നെത്താനെ ഇടുവാണ്. ഇട്ടു. ഇനി മുടിയെല്ലാം ചീകി കൊടുക്കണം. മുടി വെട്ടിയതിൻ്റെ ഒരു പരിഭവം എപ്പോഴും മുടി ചീകുമ്പോൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പിണക്കം എന്നോട് എപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ മുടിയൊക്കെ ചീകി കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ എളുപ്പമുണ്ട് കെട്ടാൻ. 2 കൊമ്പ് കെട്ടി റിബണൊന്നും കെട്ടേണ്ട കാര്യം വരുന്നില്ല. ഒരു സ്ലൈഡ് കുത്തുക, അല്ല ഒരു ഹെയർ ബാൻഡ് ഇടുക, അത്രേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവാനുള്ള കേസുള്ളൂ. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം, പിന്നെ അവളധികം അങ്ങനെ ഓവർ മേക്കപ്പ് വലിയ താല്പര്യം, വലിയ ഒത്തിരി ക്രീം വാരി തേക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. പക്ഷേ പൗഡർ, ഐലൈനർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ക്ലിപ്പ് കുത്തിപ്പോൾ ചെറുതായിട്ട് അവൾക്കൊന്ന് നൊന്തു കേട്ടോ. അതിൻ്റെ എക്സ്പ്രഷനാണ് അവൾ കാണിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ അവൾ ഒരുങ്ങി റെഡിയായൊക്കെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു നേരത്തെ. അങ്ങനെ ചില ദിവസങ്ങളിൽ കുളി കഴിഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാറ്. ഞാനൊരു കുഞ്ഞു പൊട്ടൂടെ വെച്ച്, ഇത് സ്നാക്ക് ബോക്സ് സ്കൂളിൽ കൊണ്ടുവന്നാണ് കേട്ടോ. 2 ഉണ്ണിയപ്പോൾ ഒരു കേക്കും മാത്രമേ എടുത്തുള്ളൂ. കാരണം വൈകുന്നേരങ്ങളിൽ രാവിലെ കഴിച്ചിട്ട് പോകുന്നതിന് കുഴപ്പമില്ല. വൈകുന്നേരം ലേറ്റ് ആകും വരുമ്പോൾ. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് അവരെ സ്കൂൾ വിടുന്ന ടൈമിൽ ബസ് വരുന്ന സമയത്തോ ബസ്സിനകത്തിരുന്നൊക്കെ കഴിക്കാൻ വരുമ്പോൾ 4-5 മണിയാകുമല്ലോ. അങ്ങനെ ബാഗെല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാം ഭയങ്കര മഴ കേട്ടോ. സ്കൂളിൽ ബസ് പോകുന്നിടത്ത് റോട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. മഴയെന്ന് കണ്ട് ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇത് അറിയാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ നല്ല മഴയാണ്. ഇരുണ്ട്, നമുക്കൊരു നേരം വെളുത്ത ഒരു ഫീലില്ല കണ്ടോ. അന്തരീക്ഷം ഇരുണ്ട് നിൽക്കുകയാണ്. അന്തരീക്ഷം ഇരുണ്ടെന്ന് വെച്ചാൽ ആ ഒരു കാലാവസ്ഥ എങ്ങനെ, എന്താണ്, എന്തോ ഒരു നമുക്ക് ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു നമുക്കൊരു പേടി തോന്നും. ഇടയ്ക്കൊരു ഇടിമുഴക്കങ്ങളും കാര്യങ്ങളും. പിന്നെ അങ്ങോട്ട് തെളിവായെന്ന് പറഞ്ഞാലും, കാർമേഘം പോയെന്ന് പറഞ്ഞാലും മഴ പെയ്യുവാണ്. നിന്നങ്ങ് തകർത്തങ്ങ് പെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഷെഡിൻ്റെ പടുതയാണ് അതിനെല്ലാം. അതിനിടയ്ക്ക് അവൾ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. തണുപ്പും. എനിക്കാണെ സ്കൂളിൽ വിടാൻ പോലും സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. എന്നിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് അവധി കോട്ടയം ജില്ലയ്ക്ക് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും പ്രഖ്യാപിച്ചില്ല. അതുപോലത്തെ മഴ കേട്ടോ. പക്ഷേ എക്സാം ആയതുകൊണ്ട് അവൾ പോവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിട്ടതല്ലേ. ഈ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഇന്നലെ തുടങ്ങിയ മഴ നിന്നിട്ടേയില്ല. നമ്മുടെ വഴിയിൽ മണ്ണെല്ലാം ഒലിച്ചു പോവാണ്. അതുപോലത്തെ മഴയാണ്. അവളൊരു കുഞ്ഞു തൊപ്പി, ഞാൻ പറഞ്ഞു റോട്ടിൽ പോയി ബസ് വരുന്നോടം വരെ നിൽക്കുന്നത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞാണ് തൊപ്പി. കാരണം ചെവിയിൽ കാറ്റടിക്കാതെയും തണുപ്പടിക്കാതെ ഇരിക്കുമല്ലോ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ. അവളൊരു തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ മഴയുടെ കാര്യം, ഇതെന്താ അമ്മേ ഇങ്ങനെ മഴയെന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത്. എന്തായാലും കണ്ടോ, ചെളി വെള്ളം കുത്തൊലിക്കുവാണ്. ഭയങ്കര മഴ. നമുക്ക് കണ്ണുപോലും കാണാൻ മേല സത്യത്തിൽ. എന്തോ ഒരു കാലാവസ്ഥയാണെന്ന് ഓർത്ത് പോയി. ദൈവം നമുക്കിപ്പം എന്താ പറയുക, സ്കൂൾ ബസ് വരുന്നുണ്ട്. അവളെ കയറി പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അവരുടെ സ്കൂൾ ബസ് നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്നതിനാണ് നമുക്ക് മഴയും കടലും ഇടിമിന്നലും ഭൂമികുലുക്കമായിട്ടൊക്കെ തരുന്നത്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ്. അപ്പോൾ അവളങ്ങനെ സ്കൂളിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷവും എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മൂകതയാണ്. ഞാൻ പതുക്കെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഇനി ഓരോരോ പണികളായിട്ട് ചെയ്യണം. രാവിലെ എല്ലാം ഓടിപ്പിടിച്ച് അവളെ വിടേണ്ട ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നിങ്ങളുടെ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ. ഞങ്ങളുടെ രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല, റുട്ടീൻ മാറി വരും. എഴുന്നേൽക്കുന്ന സമയം വ്യത്യാസം കാണും, ഫുഡിൻ്റെ വ്യത്യാസം കാണും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ, സീ യു.